നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സകലതും നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. ഇന്നത്തെ സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ദൂത്, നിങ്ങൾക്ക് അസാധ്യമെന്ന് പറയുന്നതും നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നതും ജയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു, വിടുതലില്ല എന്ന് പറയുന്നതുമായ വിഷയത്തിൽ ദൈവത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. ദൈവത്തിന് അതിനകത്തൊരു അത്ഭുതം ചെയ്യാനുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 59 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ കർത്താവ് ഒരു ദൂത് പറയുകയാണ്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങൾ ശക്തിയുള്ളതാണ്, അവന്റെ കാതുകൾ കേൾക്കാൻ പ്രാപ്തിയുള്ളതാണ്. നിങ്ങളുടെ നിലവിളിയും നിങ്ങളുടെ കരച്ചിലും വിലാപവും പ്രാർത്ഥനകളും തള്ളിക്കളയാതെ അത് സമയത്ത് അവന്റെ കാതുകളിൽ എത്തുന്നുണ്ട്. അത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവന്റെ കരങ്ങൾ ശക്തമാണ്. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ, തൻ്റെ ദയ എങ്കിൽ എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവൻ. എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ എൻ്റെ വേദനയും വിഷമവും പ്രാർത്ഥനയും ചെല്ലുമ്പോൾ അവൻ കാത് തുറന്നിരിക്കും. ആ കാത് തുറന്ന് കേട്ടിട്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അവൻ്റെ കൈ നീട്ടും, അവൻ്റെ വലം കൈ നീട്ടി എന്നെ വിടുവിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇത് ദൈവം തരുന്ന ഒരു ഉറപ്പാണ്. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഏത് വലിയ പ്രശ്നമാണെങ്കിലും, എത്ര കാലപ്പഴക്കമുള്ള വിഷയങ്ങളാണെങ്കിലും, ഒരിക്കലും മാറാത്ത പർവ്വതം പോലെ നിൽക്കുന്നതാണെങ്കിലും ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. യിരെമ്യാ പ്രവചനം 32 അധ്യായത്തിന്റെ 17 വാക്യം, യഹോവേ, നീ നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. ഈ ദൈവത്തിന് ആകാശവും ഭൂമിയും സമുദ്രവും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതെ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ബുദ്ധിമുട്ടേറിയ വിഷയം ദൈവത്തിന് അസാധ്യം അല്ല. ദൈവത്തിന് സകലതും സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് സാറയോട്, അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് സാറയോട് പറഞ്ഞൊരു വാക്കാണ് ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ കുറേയേറെ ഭാരം ചുമക്കുന്നവരും പലരോടും പല വിഷയങ്ങളും ഭാരവും പങ്കുവയ്ക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊള്ളുക, യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീ കുലുങ്ങിപ്പോകാൻ സമ്മതിക്കുകയില്ല. നമ്മളൊക്കെ എന്തുമാത്രം ഭാരങ്ങളാണ് വഹിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കലോ ഒന്ന് ചോദിക്കും, കർത്താവേ, ഇതെല്ലാം ഞാൻ വഹിക്കേണ്ടതാണോ? കർത്താവ് പറയും, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. നമുക്ക് ദൈവത്തെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ അടുക്കൽ വിഷയങ്ങൾ കൊടുക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയില്ല. കാരണം നമ്മൾ അശക്തരാ, ബലഹീനരാ, നിസ്സാരന്മാരാണ്. ദൈവത്തിന്റെ ഏറ്റവും ചെറിയ സൃഷ്ടികളിൽ ഒന്നാണ്. എന്നാൽ ദൈവത്തിന്, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ഭാരം വഹിക്കാനും നമ്മുടെ വേദന പരിഹരിക്കാനും നമ്മുടെ പ്രശ്നത്തിന് വഴിയുണ്ടാക്കാനും ഒക്കെ അറിയാം. അവൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ഇതെല്ലാം ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ദൈവം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഭാരം ദൈവത്തിന്റെ അടുക്കൽ വെച്ചുകൊള്ളുക. കർത്താവ് പറയാണ്, അവൻ നിന്നെ പുലർത്തും. ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 37 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവയ്ക്ക് സകലതും സാധ്യം. യഹോവയാൽ കഴിയാത്ത കാര്യമില്ല. യഹോവയ്ക്ക് സകലതും സാധ്യം, സകലതും സാധ്യം. ഹല്ലേലൂയ. കാറ്റേ അടങ്ങുക, കടലിനെ ശാന്തമാകുക എന്ന് പറഞ്ഞ് കാറ്റിനെ അടക്കുകയും കടലിനെ ശാന്തമാക്കുകയും ചെയ്ത് യേശു തന്റെ ശിഷ്യന്മാരുടെ ആ പടകിൽ അവരുടെ മരണഭീതി അകറ്റിയതുപോലെ അവൻ സകലതും സാധ്യം. കാറ്റും കടലും കരയും ഒക്കെ ഇവനെ അനുസരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവർ ദൈവപുത്രൻ എന്ന് പറഞ്ഞവരെ അവർ യേശുവിനെ നമസ്കരിച്ചു. ഈ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ തിരമാലകളെയും ഓളങ്ങളെയും ഈ കാറ്റിനെയൊക്കെ ശാന്തമാക്കിയില്ലയോ? തീർച്ചയായും ശാന്തമാക്കും. ഹല്ലേലൂയ. അടങ്ങുകയില്ല, ഒതുങ്ങയില്ലെന്ന് പറയുന്ന എല്ലാ തിരമാല പോലുള്ള പ്രശ്നങ്ങളും ദൈവം ഒതുക്കിത്തരും. ഹല്ലേലൂയ. അതെല്ലാം ഒരു ഓർമ്മയാക്കി ദൈവം മാറ്റും. തിരമാല ഒരിക്കലും നിലനിൽക്കുന്നതല്ല, അത് വന്നും പോയി നിൽക്കുന്ന എന്നതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവം എടുത്തു മാറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സർവശക്തനാണെന്ന് അവൻ വെളിപ്പെടുത്തി നൽകും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായത്തിന്റെ 27 വാക്യത്തിൽ നിന്ന് ദാരിയാവേശ് രാജാവ് ദാനിയേലിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. സിംഹക്കുഴിയിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ ദാരിയാവേശ് രാജാവ് പറയാണ്, അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അതെ, ഈ ദൈവമാണ് രക്ഷിക്കുന്നവൻ, രക്ഷിക്കാനും വിടുവിക്കുവാനും അധികാരമുള്ളവൻ. ഹല്ലേലൂയ. ആമേൻ.
രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, അവൻ തൻ്റെ ജനത്തിന് സമാധാനം നൽകും. 3-ാമത്തെ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം, രക്ഷ യഹോവയ്ക്കുള്ളതാകും, ദൈവം രക്ഷിക്കും. സഹചര്യത്തോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇന്ന് യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12 മുതൽ വാക്കില്ലേ, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലെ അത് സംഭവിച്ചില്ല, കഴിഞ്ഞ ദിവസം അത് നടക്കാത്തതുകൊണ്ടും ഒരുപാട് ആകുലങ്ങളുള്ളതുകൊണ്ടും പിറുവിറുത്തു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. പല പ്രാർത്ഥനയ്ക്കും മറുപടി നടക്കാതെ പ്രശ്നം മേൽ കയറി വരികയും ചെയ്യാം. എന്ത് ചെയ്യും? പിറുവിറുത്തു പോവുക. പക്ഷെ കർത്താവ് പറയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവേ. ഹല്ലേലൂയ. യഹോവ നമ്മളെ രക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്നതാണ് ഹബക്കൂക്ക് പ്രവാചകൻ തന്റെ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. യഹോവയെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവം റെഡിയാണ് നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ സഹായിക്കുവാൻ. അതെ, ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. യഹോവയുടെ കൈ കുറുകിപ്പോയോ എന്നാണ് സംഖ്യാപുസ്തകം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം. എൻ്റെ ആലോചനയും എൻ്റെ വചനം നിവൃത്തിയാകും. മോശയോട് യഹോവയുടെ കൈ കുറുതായിപ്പോയോ? ദൈവം ചോദിക്കുക, എൻ്റെ കൈ കുറുകിയിട്ടുണ്ടോ? ഇല്ല, നീട്ടിയ ഭുജമാണ്. അല്ലേ? അതാണ് ദൈവം പറയുന്നത്, ദൈവത്തിന്റെ കരം നീട്ടിയ ഭുജമാണ്, കുറുകിയ കരമല്ല, നീട്ടിയ ഭുജം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പ്രശ്നത്തിലാകപ്പെട്ടാലും അവിടെയും ദൈവത്തിന്റെ കരം നിങ്ങളെ തേടി വരും. ദൈവത്തിന്റെ കരം അവിടെ ഒന്ന് വിടുവിക്കും. നീട്ടിയ ഭുജം. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ എല്ലായിടത്തും ദൈവത്തിന്റെ കരം എത്തും, നിങ്ങളെ സഹായിക്കുവാൻ. അതെ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കാത് മന്ദമായിട്ടില്ല. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏതൊക്കെ വിഷയത്തിലാണ്, വിഷമത്തിലാണ് ഈ സന്ദേശം കേൾക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ ദൈവത്തെ കാത്തിരുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിട്ട് ഇരുന്നിട്ടാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള വിടുതലുള്ള സന്ദേശമായത്. ഇതിനകത്തുള്ള ദൈവം ഒരു പുതിയ വഴി നിങ്ങൾക്കൂടെ തുറക്കും. രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ട് യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ കൊണ്ട് കാത് മന്ദമായിട്ടില്ല. പ്രിയ കർത്താവേ, ഞങ്ങൾ ഇന്ന് ആ വചനം ഏറ്റെടുത്ത് വിശ്വസിക്കുകയാണ്. ഞങ്ങൾ കടന്നു പോകുന്ന അസാധ്യമെന്ന് പറഞ്ഞ വിഷയത്തിൽ, കർത്താവ് ഒരു മറുപടി ഇല്ലല്ലോ എന്ന് ആകുലപ്പെട്ട വിഷയത്തിൽ, ഇനി ആ വിഷയം പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ലല്ലോ എന്ന് പറഞ്ഞ വിഷയത്തിലും ദൈവത്തിന്റെ അത്ഭുതമാർന്ന കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല, സകലതും സാധ്യമാക്കുന്ന ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം വിടുവിക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം. നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം നീട്ടണം, അവിടുത്തെ കരം അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിന്റെ കരം കൂടെയുണ്ട്. ഈ സന്ദേശം കുറച്ചു പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.